നമുക്കിന്നൊരു ബിരിയാണി കഴിക്കാൻ പോയാലോ? പിറ്റേ ദിവസം ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളാണ് നമ്മുടെ ജൂനിയേഴ്സിന് ഫ്രഷേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളായിട്ടുള്ള ക്ലാസ് ഇല്ലായിരുന്നു. നേരെ നമ്മൾ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി. ഖ്വാജ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മളവിടെ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മളങ്ങനെ ഇവിടുത്തെ അങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കറിയില്ലായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഒരെണ്ണം മുഴുവൻ കഴിക്കാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഞാനും ലിതിയും ഒരെണ്ണം മേടിച്ചിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ മോനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ സീൻ അടിപൊളി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പോലെ തന്നെ അൺലിമിറ്റഡ് റൈസും കിട്ടി. ഞങ്ങൾ അൺലിമിറ്റഡ് റൈസും മേടിച്ചു. ഗൈസ്, നമ്മൾ പൂ മേടിക്കാൻ പോവാണ്. പൂ ഓർഡർ കൊടുക്കാൻ കഴിച്ചൊക്കെ കഴിഞ്ഞതിൽ നമ്മളിത് പൂ മേടിക്കാനായിട്ട് പോയി. ഞാനും തോമസനും ലിതിയും കൂടാണ് പോയത്. പിന്നെ അതായത് നേരെ നമ്മൾ കോളേജിലോട്ട് ചെന്ന് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്തു.